വിജയൻ ചൂണ്ടിക്കാണിച്ച് തന്ന 10 വീടുകളുണ്ട്. ആ വിജയൻ ചൂണ്ടിക്കാണിച്ച് തരാൻ വരുമ്പോൾ ആ വിജയൻ്റെ ധൈര്യം കൂടി നോക്കണം. വിജയൻ വന്നത് ഹെൽമെറ്റ് ധരിച്ചിട്ടാണ്, റെയിൻകോട്ട് ഇട്ടിട്ടാണ്, ബൈക്കിൻ്റെ നമ്പർ മറച്ചു വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഈ 10 വീടുകൾ ഇത്ര ധൈര്യമുള്ള വിജയൻ എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ച് തന്നത്. ഞാനതൊന്നുകൂടി അസർട്ടൈൻ ചെയ്തു. കാരണം രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീട് മാറിപ്പോകാൻ പാടില്ല, ആളെ തെറ്റി അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് വളരെ സെൻസേഷണലായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അങ്ങനെ ഉറപ്പുവരുത്തി 10 വീടുകളും ഓരോ ഐക്കോൺസൊക്കെ നോക്കി വെച്ചു. അങ്ങനെ 10 വീടുകളും റെഡിയായി. ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ DSPയോട് ചോദിച്ചു, സാർ ഇത് വനിതാ പോലീസില്ലല്ലോ, ഇവിടെ അവർ വന്നില്ല, കുറച്ച് പേരെ പറഞ്ഞിരുന്നു സാർ. ഈ ഒരു സർക്കുലറൊക്കെ തന്നെ പണ്ട് DGP വേറൊരു ആക്ഷനിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വനിതാ പോലീസില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വീട് രാത്രിയിൽ, അതൊക്കെ ഓർഡർ ഉള്ളതല്ലേ, ഹൈക്കോടതി ഓർഡറൊക്കെ ഉള്ളതല്ലേ, അത് ശരിയല്ലേ? അപ്പോൾ എന്താ ചെയ്യുക, എന്ന് വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ അതീവ രഹസ്യമായിട്ട് ചെയ്ത് വന്നൊരു കാര്യമാണ്. അന്നത് നടന്നില്ല. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ വീണ്ടും വനിതാ പോലീസും സന്നാഹമൊക്കെ ആയിട്ട് എത്തി. എല്ലാവരോടും പറഞ്ഞു. അവിടെ അടുത്തൊരു കോളനി ഉണ്ട്, പ്രസിദ്ധമായൊരു കോളനി. ആ കോളനിയിൽ കുറച്ച് മയക്കുമരുന്നും മറ്റേ നാടൻ ചാരായൊക്കെ പരസ്യമായിട്ട് വിൽക്കുന്ന ഒരു ആരോപണമുണ്ട്. അവിടേക്ക് റെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ പോലീസുകാരെയും വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അതീവ രഹസ്യമായി വന്നു. CIമാരെയും SIമാരെയും മാത്രം മാറ്റി നിർത്തിയിട്ട് 10 വീടുകൾ അവർക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തു. 10 ടീമുകളായിട്ട് 10 വീടുകൾ ലക്ഷ്യമാക്കി അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ പറഞ്ഞു, വീടിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞു. വീട് അറിയാവുന്ന പോലീസുകാരെ ഓരോ വണ്ടിയിലും കയറ്റി ഏറ്റവും പുറകിലൊരു വലിയ പോലീസ് വാനിൽ നിറയെ AR ക്യാമ്പിലെ പോലീസുകാരും. അങ്ങനെ ഒരു 2:30 തൊട്ട് വീടുകൾ റെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചു. മിക്കവാറും എല്ലാ വീടുകളിലും പ്രതികളുണ്ടായിരുന്നു. ആരും എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകിൽ അവർക്ക് നാട്ടുകാരിലെ ഏതെങ്കിലും നേതാക്കന്മാരോ ആരെങ്കിലും ഒരു ഉറപ്പ് കൊടുത്ത് കാണും, ഇത് സർക്കാരുമായിട്ട് ആലോചിച്ച് ഇതൊരു ധാരണയുണ്ടാക്കും, കേസ് പിൻവലിക്കും, അപ്പോൾ നിങ്ങളാരും മുൻകൂർ ജാമ്യമൊന്നും എടുക്കേണ്ട കാര്യമില്ല. ആരും മുൻകൂർ ജാമ്യത്തിനൊന്നും സമീപിച്ചതുപോലും എന്നുള്ളതാണ് അതിൽ വാസ്തവം. അപ്പോൾ അതിൻ്റെ കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ഇത്രയും വലിയൊരു പോലീസിൻ്റെ ആക്ഷൻ കേസിൽ പ്രതികൾ വീട്ടിൽ കിടന്നുറങ്ങില്ല. അങ്ങനെ എല്ലാ പ്രതികളെയും 10 വീട്ടിലുള്ള പ്രതികളെയും കൊണ്ട് പോലീസ് ടീം നേരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ വന്ന് പെട്ടെന്നാണ് പിന്നെ കാര്യങ്ങൾ തിരിയുന്നത്. വളരെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം പിടിച്ചുകൊണ്ട് വന്ന പ്രതികളെല്ലാവരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവരുടെ മത നേതാക്കന്മാർ, തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാർ ഇടപെട്ടു. MLA അന്ന് അവിടുത്തെ മന്ത്രി കൂടിയാണ് കാർത്തികേയൻ സാർ എന്നെ വിളിച്ചു. ഞാൻ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. SP സംസാരിച്ചു, DSP ഒക്കെ സംസാരിച്ചു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നല്ല പിന്നെ പോയത്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, നേരം പുലരാറായപ്പോഴേക്കും കിട്ടുന്നൊരു ഇൻഫർമേഷൻ, തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഒരു വലിയൊരു മാർച്ച് കാട്ടാക്കട സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വെളുപ്പിന് തന്നെ 1000-ഓളം പേരുടെ ഒരു മാർച്ച്, ഒരു മതവിഭാഗത്തിൻ്റെ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ. അത് വലിയ സംഭവമാകും. ബലമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ പ്രശ്നങ്ങൾ പോലീസിൽ ഞാൻ ഇത്രയും എൻ്റെ 3 പതിറ്റാണ്ടിലെ ഒരു ആക്ഷനിലോ അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് കാണുന്നതെന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ എത്ര സങ്കീർണ്ണമാവും തോറും ഹയർ അപ്സ് ആയിട്ടുള്ള മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ പതുക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. എല്ലായിടത്തും അല്ല, ഈ കേസിലൊന്നും അതുണ്ടായില്ല. സാധാരണ എനിക്ക് അങ്ങനെയാണ് കണ്ടുവരാറ്. ഇത് സ്കിപ്പിങ്ങൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഒരു കൂടെ വന്നു, ഈ എന്താ വഴി നമ്മളോടും കൂടി ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒരു പൊതു നിർദ്ദേശം വന്നു, നമുക്ക് പ്രതികളെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റാം. അങ്ങനെ പെട്ടെന്ന് പോലീസ് വാഹനം തയ്യാറാക്കി മെയിൻ റോട്ടിൽ കൂടെ അല്ലാതെ ഉൾവഴിയിലൂടെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക്, മെയിൻ വഴി കൂടെ പോയി അവിടെ മുഴുവനും ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന വഴി കൂടെയാണ് പോലീസ് വണ്ടി വരും. ഇനി വീണ്ടും ഒരു തടയിലുണ്ടാകാതിരിക്കാനാണ്. അങ്ങനെ സാധാരണ പോകാറില്ലാത്ത വേറൊരു പാരലൽ റൂട്ടിൽ കൂടെ നെയ്യാറ്റിൻകര ഭാഗത്തിൽ കൂടെ കയറി അങ്ങനെ വളഞ്ഞു വന്ന് ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി ലോക്കപ്പിലാക്കി. നേരം വെളുത്തപ്പോഴേക്കും ഒരുപാട് നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാർ, പത്രപ്രതിനിധികൾ എല്ലാവരും ആ സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങി. ചാനലുകളിൽ വാർത്ത വരാൻ തുടങ്ങി. ഹെൽമെറ്റ് വേട്ട
ക്യാപ്ഷൻ ഇട്ടു, കേരള പോലീസിൻ്റെ ഹെൽമറ്റ് വേട്ട. അതുകൂടി പോലീസിന് സർക്കാരിനെതിരെയാക്കി മാറ്റാനുള്ള ആ രീതിയിലുള്ള സംഭവം. കാരണം പലപ്പോഴും ഈ ഹെൽമറ്റ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അന്ന് അതൃപ്തി ഉണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകർ. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ടൂ വീലേഴ്സാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തൂക്കി പിടിച്ചത് നേരെ കിടന്ന് നടക്കുക, ഇത് പോലീസിൻ്റെ വെറുതെ ആവശ്യമില്ലാത്ത വാശിയാണ്. അങ്ങനെയൊക്കെയായിരുന്നു തുടക്കത്തിൽ. ഇത് 2003 അപ്പോൾ 20 വർഷം മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നൊക്കെ അങ്ങനെയായിരുന്നു അതിനെ കണക്കാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി A.K. ആന്റണി സാറാണ്. ഇവിടുത്തെ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ഒക്കെ A.K. ആന്റണി സാറിനെ ചെന്ന് കണ്ടു. അദ്ദേഹം അവർ പറയുന്നത് വിശ്വസിച്ചില്ല എന്നല്ല, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഏൽപ്പിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ കാട്ടാക്കടക്കാരനാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. അപ്പോഴേക്കും ഞങ്ങളെയൊക്കെ അവിടെ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോഴേക്കും ഒരു മാസത്തോളം ആവാറായി. അപ്പോൾ ഞാനിന്ന് കേരള പോലീസ് അക്കാദമിയിലേക്ക് പോന്നു. അങ്ങനെ പലരും പല സ്ഥലത്തേക്ക് പോന്നു. അങ്ങനെയൊക്കെ ഒരു മനുഷ്യാവകാശ ദിനത്തിൻ്റെ അന്ന് A.K. ആന്റണി സാറ് ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ഈ സംഭവത്തിൽ, ഈ കാട്ടാക്കടത്തെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവനും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇൻക്ലൂഡിങ് DYSP, 3 CIമാർ, 6 SIമാർ, ആ ആക്ഷനിൽ പങ്കെടുത്ത മുഴുവൻ പോലീസുകാർ, AR ക്യാമ്പിലെ 58 പോലീസുകാരും കംപ്ലീറ്റ് പേരെയും. അപ്പോൾ DGP ഹോർമിസ് തരകൻ സാറാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെന്ന് ഹോർമിസ് തരകൻ സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ അവർക്കറിയാം, ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൻ്റെ പുറകിൽ ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. അപ്പോൾ അത് ഞാൻ ആ പശ്ചാത്തലത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് അതിന് കാരണം. ഇത്രയും വലിയൊരു ഇതാവാൻ കാരണം, വലിയ വാർത്തയായി. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിച്ചു. ഞങ്ങളുടെ ആരുടെയും ഒരു മൊഴിയെടുക്കാതെ റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനിലായത്. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയൊക്കെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിക്കുന്നതിനിടയിൽ ഒരു മാസം ഞങ്ങൾ സസ്പെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അവസാനം ഹോർമിസ് തരകൻ സാറ് ചെന്ന് A.K. ആന്റണി സാറ് നമുക്ക് കിട്ടിയ വിവരം എങ്ങനെയാണ്, എൻ്റെ പോലീസുകാരെ മുഴുവനും തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യുകയാണെന്നുള്ള ഒരു ഓഫറിങ് പറഞ്ഞപ്പോഴാണ് എന്ന് പറയണു. ഒരു മാസം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരെയും സർവീസിൽ തിരിച്ചെടുത്തു. മനുഷ്യരായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലങ്ങളിലും നിയോഗിക്കാൻ പാടില്ല, അപ്പോയിൻ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളെല്ലാവരും തിരിച്ചെടുത്തു. അപ്പോൾ എനിക്ക് വീണ്ടും കേരള പോലീസ് അക്കാദമി, മനുഷ്യന്മാരായിട്ട് അധികം ഇൻട്രാക്ഷൻ ഇല്ലാത്ത സ്ഥലമാണല്ലോ, എൻ്റെ ജില്ലയും തൃശ്ശൂരാണ്. അപ്പോൾ ഞാനത് അങ്ങനെ കണക്കാക്കിയുള്ളൂ അതിനകത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു 2ാം ഭാഗമാണ്. ഇതിനകത്ത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന ഭാഗം 2ാം ഭാഗമാണ്. ഇതൊക്കെ സർവീസ് ലൈഫിലൊക്കെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അതിനൊന്നും നമ്മളൊരിക്കലും ഒരു പരാതി ഒന്നും പറയുന്ന കാര്യമില്ല. ആരും പൊളിറ്റീഷ്യൻസിന് ആരൊന്നും പറയുന്നില്ല. 2ാം ഭാഗം ഇത് ഈ അന്വേഷണത്തിൽ തുടർച്ചയായിട്ട് ഇതൊരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആക്ഷൻ എടുക്കുന്ന മറ്റു കാര്യങ്ങൾക്കൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമില്ല. അവർക്ക് ശുപാർശകൾ നൽകാനും മാത്രം അധികാരമുള്ളൂ. ക്രൈം ബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. ക്രൈം ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങളെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, ഈ കോടതിയിൽ ഈ പ്രതികളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങളുടെ പേരിൽ കുറ്റപത്രം കൊടുക്കണം, ഞങ്ങളെ ശിക്ഷിക്കണം. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടാലറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ടാലറിയാവുന്ന CI എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തണം, തിരിച്ചറിയൽ പരേഡ്. അതെങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എതിരായിട്ട് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ കൺഫ്യൂഷൻ. അവസാനം ഉന്നത അധികാര സ്ഥിര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു ഉപദേശം കൂടി കിട്ടിയപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നെടുമങ്ങാട് സ്കൂളിൽ DYSP ഞങ്ങളെ CIമാരെല്ലാവരും ഐഡൻറ്റിഫിക്കേഷൻ പരേഡിന് ഹാജരാകുകയാണ്. അപ്പോൾ നിയമം പഠിച്ച കാലത്ത്, പോലീസ് ട്രെയിനിങ് കോളേജ് പഠിച്ച കാലത്ത്, എവിഡൻസ് ആക്ട് പഠിച്ചപ്പോഴും പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് പഠിച്ചപ്പോഴും ഈ തിരിച്ചറിയൽ പരേഡ് എങ്ങനെയാണ് നടത്തുന്നതിന് കൃത്യമായിട്ടൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. വായിച്ചിട്ട് മനസ്സിലാവില്ല. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് മനസ്സിലായി. എനിക്കന്ന് വേദനിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ അറിയാത്തൊരു നാടാണ് തിരുവനന്തപുരം. അവിടെ തിരിച്ചറിയൽ പരേഡിന് നിൽക്കുമ്പോൾ എന്നെപ്പോലെ ഒരു 3 ഇരട്ടി ആളുകളെ കൂടി ഒരുമിച്ചാണ് നിർത്തുക.
അതായത് ഇവിടെ നെയിം പ്ലേറ്റ് വയ്ക്കാതെ, തലയിൽ തൊപ്പി വയ്ക്കാതെ, പ്രത്യേകിച്ച് തിരിച്ചറിയാവുന്ന ഒരു ഇതുകളും വേഷതുകളും ഇല്ലാതെ യൂണിഫോമിൽ നമ്മൾ നിൽക്കുന്നു. കൂടെ അതേപോലെ വേറെ ഇതിലൊന്നും ബന്ധമില്ലാത്ത സി ഐമാരെ നിർത്തുന്നു. സാക്ഷികൾ അതിൻ്റെ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നോക്കി പോണു. അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റിനോട് തിരിച്ചറിഞ്ഞോ ഇല്ലയോ ആരാണെന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, പ്രൊസീജിയർ. അപ്പോൾ ഈ നെടുമങ്ങാട് സ്റ്റേഷനിൽ നിന്ന് ജീപ്പിൽ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. കാരണം ക്രിമിനലുകളെ കാണാൻ നിൽക്കുന്ന പോലെയാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളെ, ക്രിമിനലുകളാണല്ലോ അവർ, അല്ലാതെ ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നത് നടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ 2003 മുതൽ 2004 മുതൽ പോലീസ് അക്കാദമിയിൽ അധ്യാപകനായിരുന്നു. ഇപ്പോഴും അധ്യാപകനാണ്, ഗസ്റ്റാണ്. അപ്പോൾ ഒരുപാട് പേരെ അവിടെ ഓരോ വർഷവും ട്രെയിനിങ്ങിന് നിയമം പഠിപ്പിക്കുകയും ഇൻവെസ്റ്റിഗേഷൻ പഠിപ്പിച്ചും പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വനിതാ പോലീസുകാരും സബ് ഇൻസ്പെക്ടർമാരും എല്ലാവരും. അപ്പോൾ ഈ നെടുമങ്ങാട് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നതിൽ ഒരു വലിയൊരു ശതമാനം ആ കഴിഞ്ഞ ബാച്ചിൽ ഞാൻ പഠിപ്പിച്ച വനിതാ പോലീസുകാരാണ്. പിന്നെ SI-മാരുമുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലൂടെ അവർ ഒരു അധ്യാപകനും ഗുരുവൊക്കെ ആയിട്ട് കാണുന്ന ഒരാൾ അവരുടെ മുന്നിലൂടെ ഒരു പ്രതിയായി പോയി നിന്ന് തിരിച്ചറിയൽ പരേഡിൽ നിൽക്കേണ്ടി വന്ന, അപ്പോൾ അവരുടെ ഒരു മാനസിക വിഷമം, എനിക്കത് കാണുമ്പോഴൊരു മാനസിക വിഷമം, അതിന്നും മനസ്സിൽ നിന്ന് പോകാതെ ഒരു സോബിങ് മെമ്മറി, അങ്ങനെ തന്നെ പറയുള്ളൂ, ഒരു വിതുമ്പുന്ന ഓർമ്മയായിട്ടുണ്ട് മനസ്സിൽ. അതിനെക്കുറിച്ച് റിഗ്രറ്റൊന്നുമില്ല. പക്ഷേ അത് അവിടെ കൂടെ എത്തിച്ചു എന്നുള്ളതിന് ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് പോകും. ഞാൻ ഒരിക്കലും ആ വഴിക്ക് തിരിയുന്നില്ല. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ തിരിച്ചറിയൽ പരേഡ് എല്ലാം കഴിഞ്ഞു. രാജൻ എന്ന് പറയുന്ന ഒരു DYSP ഉള്ള, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം ഹീസ് ഓൾസോ നോ മോർ. സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു. ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ന് അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ന് ഹാജരാവണം, നിർദ്ദേശങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും സർക്കാർ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. പോലീസ് അതിക്രമത്തിന് ഇരയായവർക്ക്, ഞങ്ങളുടെ ഭാഷയിൽ പ്രതികളാണ്, പോലീസ് അതിക്രമത്തിന് ഇരയായവർക്ക് ഇതേപോലെ അങ്ങ് മലബാറിൽ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇതിൽ പ്രഖ്യാപിച്ചതിന് ഒരു ബാലൻസ് പിടിച്ചുകൊണ്ട്, ആ സാമുദായിക ബാലൻസ് നിലനിർത്തിക്കൊണ്ട്, അങ്ങനെയൊക്കെ ഞാൻ അവർ ഒതുക്കിയ വാക്കുകൾ അത്രയേ ഉള്ളൂ, ഓരോരുത്തർക്കും കൃത്യമായ പണം അനുവദിച്ചുകൊണ്ട് അതൊരു പരിധിവരെ സെറ്റിലായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ വിഷയം വന്നില്ല. എനിക്ക് അതിൽ അറിയാത്തൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. എൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ച എന്ന് പറയുന്നത്, ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോയത് 10 പേരെ ലിസ്റ്റൊക്കെ പേരൊക്കെ എടുത്ത് വായിച്ചപ്പോൾ അതിനകത്തൊരു അബ്ദുറഹ്മാൻ്റെ പേര് കണ്ടു. അപ്പോൾ ഞാൻ DSPയോട് പറഞ്ഞു, സാറേ ഇയാൾ ഫയർ സ്റ്റേഷനിലെ ജോലിക്കാരനാണ്, ഫയർ സ്റ്റാഫാണ്. ഞാൻ ഈ പോലീസിൽ വരുന്നതിന് മുമ്പ് ചെറിയൊരു കാലഘട്ടം ഫയർഫോഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ അബ്ദുറഹ്മാൻ്റെ വീട്ടിൽ ഞാൻ പോയിക്കോളാം. അങ്ങനെ ഞാനത് ഓപ്റ്റ് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഓരോ CI-മാരും ഒക്കെ പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ജീപ്പൊക്കെ ഒരുപാട് അകലെ കൊണ്ട് നിർത്തിയിട്ട് കഴിയുന്ന അത്ര പേര് ഷൂ ഒക്കെ ഊരി കൈ പിടിച്ച്, കാരണം ഈ ശബ്ദമൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരു പക്ക റെയ്ഡിൻ്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. അയാളെ ഫാദർ വന്ന് ലൈറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഉന്നത റാങ്കിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞാൻ പറഞ്ഞു, ഇത്രയാണ് വിഷയം, നിങ്ങൾ FIR-ൽ റിപ്പോർട്ട്, കോടതി കൊടുത്ത റിപ്പോർട്ടിൽ നിങ്ങളുടെ മകൻ പ്രതിയാണ്. അപ്പോൾ കൂടുതൽ കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇതിന് വന്നിരിക്കുകയാണ്, റെയ്ഡ് വന്നിരിക്കുകയാണ്, ഞങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്, നിങ്ങൾക്ക് സ്റ്റേഷനിൽ വരാം, ഞങ്ങളൊന്നുകൂടി നന്നായിട്ട് വെരിഫൈ ചെയ്തിട്ട്, കാരണം നിങ്ങൾ മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗസ് വർക്ക് എടുത്തിട്ട് ഞാൻ അയാളെ ഒരിക്കലും ഉപദ്രവിക്കില്ല, ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു, ഞാൻ കാട്ടാക്കട ചെയ്യുകയാണ്. അതിനെന്താ സാർ വരണമെന്നില്ല, കൊണ്ടുകൊള്ളു സാർ. ഞാൻ പറയാം, ഒരു ഷർട്ടൊക്കെ എടുക്കുക. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ വന്നേ ഉള്ളൂ, അവൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല, യു ടേക്ക് യുവർ ഓൺ ടൈം, ഞാൻ ഐ ഷാൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ അയാളും ഈ അച്ഛനും കുറച്ച് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും
അയാൾ ഷർട്ടിട്ട് വന്നു. കുടുംബാംഗങ്ങളോട് ഞാൻ പറഞ്ഞു, സ്ത്രീകളൊക്കെ ഉണ്ട്, ഞാൻ അകത്ത് കയറിയില്ല, പുറത്തുനിന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. സ്ത്രീകളോട് ഞാൻ പറഞ്ഞു, ഒരു തരത്തിൽ ഇവരെ ദേഹോദരം ഏൽപ്പിക്കുകയോ അനാവശ്യമായിട്ട് ഒരു സംശയത്തിൻ്റെ പേരിൽ പോലും ഞാൻ ഇയാളെ പ്രതിയാക്കുകയോ ചെയ്യില്ല. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞ അവിടെ നിന്ന് ജീപ്പ് കിടക്കുന്ന കുറച്ച് ദൂരെയാണ്, അവിടെ വരെ സംസാരിച്ചുകൊണ്ടേ അയാളോട് മാത്രം സംസാരിച്ചു. ആരാണ് ലീഡിങ് ഫയർമാൻ, ആരാണ് ഇപ്പോഴത്തെ SHO, അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ ആരാണ്, അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വന്നു. ഇതിലെന്താ ഉണ്ടായെന്നൊന്നും വഴിയിലൊന്നും ചോദിച്ചില്ല, വെറും സൗഹൃദ സംഭാഷണം മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ടുപോട്ടെ, ഞാൻ വെരിഫൈ ചെയ്തിട്ട് എന്താ വെച്ചാൽ ചെയ്യാം, തിരക്ക് പിടിച്ചൊന്നും ചെയ്യില്ല, ആ ഉറപ്പ് കൊടുത്തു. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നു. ഈ കൂടെ ഉണ്ടായ കൂട്ടത്തിൽ ആ മറ്റേ സ്റ്റേഷനിലേക്ക് ഇയാളെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു ഉച്ചയായപ്പോഴേക്കും പിന്നെ ഒരുപാട് ഇടപെടലുകൾ, വിളി, ഉന്നത നൽകി ജനപ്രതിനിധി ഞാൻ പറയുന്നുള്ളൂ, MLA ആണോ MP ആണോ എന്നെ വിളിച്ച് DGP ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ആ കേസിൽ നിരപരാധിയാണെന്നാണ് തോന്നുന്നത്, ആണെങ്കിൽ തന്നെ പിന്നെ അറസ്റ്റ് ചെയ്യുക, അയാൾ വല്ല മുൻകൂർ ജാമ്യം എന്തെങ്കിലുമൊക്കെ എടുത്തോളും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജോലി പോകും, കാരണം അയാളെ ഹസ്ബൻഡ് ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വിളിച്ച ആളുകളൊക്കെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങളെടുത്തിട്ടുള്ളത്, നിങ്ങളതിനകത്ത് യാതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അവസാനം DSP പറഞ്ഞു, അത് വേണമെങ്കിൽ ജയരാജ് പിന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാലോ, ഇത്രയധികം പ്രഷർ മുകളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അയാൾ പോട്ടെ. അയാൾ പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും അയാൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. CA എന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നും പറഞ്ഞു പോയി അഡ്മിറ്റ് ചെയ്തു. പാഠങ്ങളിൽ ഒന്ന് ആണ്, പല പാഠങ്ങൾ സർവീസിൽ പഠിച്ചു, അതിൽ ഒരു പാഠമാണിത്. കാരണം ഞാനിപ്പോൾ ട്രെയിനിങ് പീരീഡിൽ എൻ്റെ SI ട്രെയിനീസ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 200 വരെ SI ട്രെയിനിങ് അവിടെ വരും, അവരോടൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ആദ്യം പറയും, എന്നും നമ്മുടെ പഴമക്കാർ പോലീസ് മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, യു ആർ എ റോഗ്, യു ആർ എ സ്കൗണ്ടറൽ അൺലെസ് ആൻഡ് അതർവൈസ് പ്രൂവ്ഡ്, അൺടിൽ അതർവൈസ് പ്രൂവ്ഡ്. മറ്റൊരു രീതിയിൽ അയാൾ മാന്യനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ ഒരാളെയും ജീവിതത്തിൽ വിശ്വസിക്കരുത്, ഒരാളുടെ വാക്കുകളും ജീവിതത്തിൽ വിശ്വസിക്കരുത്. ഇതൊരു ഗുണപാഠമായിട്ട് എടുത്തോളാൻ പറയാം. അതും കഴിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനിൽ എന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ റിപ്പോർട്ട് കയറിയാണ്. ആ നാട്ടുകാരനായിട്ടുള്ള ചെയർമാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് കൂട്ടത്തിലൊരു DSP ഉണ്ട്, പേര് കേട്ടൊരു DSP ആണ് കേരള പോലീസിൽ, അദ്ദേഹം കൂടി അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഷേപ്പിംഗ് ആകാം. ഷേപ്പിംഗ് ഇങ്ങനെയാണ്: കാട്ടാക്കട CI വന്ന് വാതിലിൽ മുട്ടി വിളിച്ചു, ചവിട്ടി തുറക്കുമെന്ന് പറഞ്ഞു, ബലമായി വാതിൽ തുറന്നു, അകത്ത് കയറി, മകനെ കിടപ്പുമുറിയിൽ നിന്ന് ഭാര്യയുടെ അടുത്ത് നിന്ന് ബലമായി വലിച്ചിഴച്ച് ഉടുമുണ്ട് പോലും ഉടുക്കാനാകാതെ നഗ്നനാക്കി, സ്ത്രീകൾ കണ്ണുപൊത്തി. അപ്പോൾ അയാളുടെ ഉപ്പ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്, വാട്ട് ആർ യു ഡൂയിങ്? ഇംഗ്ലീഷ് പറയുന്നോടോ റാസ്കൽ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ആളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാപ്പയുടെ കുത്തിരി പിടിച്ച് തള്ളി. ഇതൊക്കെയാണ് എൻ്റെ പേരുള്ള അലിഗേഷൻ. അതിനൊക്കെയാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്. ഇതിലെനിക്ക് ആകെ അറിയാത്ത ഒരു ഭാഗം, ഈ കാട്ടാക്കട സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ഒരു വലിയൊരു മാർച്ച് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊണ്ടുപോയ കൂട്ടത്തിൽ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയപ്പോൾ, പോലീസിൻ്റെ വലിയ വാനിൽ കൊണ്ടുപോയപ്പോൾ, ആ വാനിലുണ്ടായിരുന്ന പോലീസുകാർ ആ പ്രതികളായിട്ടുള്ള ആളുകളെ അവിടെ എത്തുന്നവരെ മർദ്ദിച്ചു എന്നൊരു ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അതിൻ്റെ നിജസ്ഥിതി വാസ്തവം ഇന്നും ഞാൻ പറയുന്നത് എനിക്കറിയില്ല, കാരണം എനിക്കറിയാത്തൊരു കാര്യമാണ് അത്. എന്തായാലും ആ പോലീസുകാരെയും അന്ന് അതിനകത്തുണ്ട SA ആണ് പിന്നീട് അറസ്റ്റ് ചെയ്തതും അവരുടെ പേരിലാണ് കുറ്റപത്രം കൊടുത്തിട്ടൊക്കെയാണ് അങ്ങനെ കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറയാതെ പോയിട്ടുണ്ടെങ്കിലും ഇതൊരുപാട് സമൂഹത്തിൽ പോലീസിന് എന്തെങ്കിലും, പോലീസ് ഒരു പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ആരൊക്കെയാണ് പോലീസിൻ്റെ കൂടെയുള്ളതെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിളായിരുന്നോ ഒക്കെ അത്ര തന്നെ പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ഒരു കൂടുതലായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഒരു ദിവസം പിന്നെ രാഹുൽ പറഞ്ഞു, 6 വയസ്സുകാരൻ പറഞ്ഞു, അമ്മേ അച്ഛൻ്റെ പുറകിൽ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിട്ടുകൊണ്ട പോലെ ഒരു അടയാളം. വസം പറഞ്ഞ ലേഖ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, വേറെ ഒന്നും മറുകാണെന്നോ വേറെ എവിടെ മരത്തിന്മ കയറിപ്പോൾ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അത് മരത്തിൽ കയറിയൊന്നുമല്ല, അതിനൊക്കെ ഒരു കഥയുണ്ട്. ഞാൻ മട്ടാഞ്ചേരിയിലെ ഗുണ്ടയായിരുന്നു.
ഇതാണ് ഡയലോഗ്. ഞാൻ മട്ടാഞ്ചേരിയിലെ ഗുണ്ടയായിരുന്നു.